കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവരിൽ പാർട്ടിയിലെ പ്രധാനപ്പെട്ട 4 നേതാക്കൾ കൂടി ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് സിപിഐഎമ്മിനെ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത്. നേരിട്ട് കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് കണ്ടെത്തിയ 1-ാം പ്രതി എ പീതാംബരൻ സിപിഐഎം പെരിയ ലോക്കൽ കമ്മിറ്റി മുൻ അംഗമാണ്. പ്രതികളെ സഹായിച്ചതിന് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 14-ാം പ്രതി കെ മണികണ്ഠൻ ഉദുമ ഏരിയ മുൻ സെക്രട്ടറിയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാണ്. 20-ാം പ്രതി കെ വി കുഞ്ഞിരാമൻ ഉദുമ മുൻ എംഎൽഎ സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം. 21-ാം പ്രതി രാഘവൻ വെളുത്തോളി പാക്കം ലോക്കൽ മുൻ സെക്രട്ടറി വ്യാപാരി വ്യവസായി സമിതി നേതാവ്. കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയ മറ്റു പ്രതികളും സജീവ സിപിഐഎം പ്രവർത്തകരായിരിക്കെ ഈ കേസിന്റെ ശിക്ഷാവിധി രാഷ്ട്രീയമായും ഏറെ ഉറ്റുനോക്കുന്നതാണ്. 12-15 അറിയാം ശിക്ഷാവിധി. ലെബി സജീന്ദ്രൻ, കോടതി വളപ്പിലെ പ്രതികരണങ്ങൾ എങ്ങനെ? സുജയ, കോടതി വളപ്പിൽ ആളുകൾ ഉണ്ട്. കഴിഞ്ഞ തവണത്തെ ഇതുപോലെ തന്നെ CPM പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരുമെല്ലാം കോടതിക്ക് പുറത്ത് ഉണ്ട്. കഴിഞ്ഞ ദിവസവും വിധി പ്രസ്താവത്തിന് ശേഷം ഉടൻ തന്നെ ഇങ്ങോട്ട് ഇരുവിഭാഗത്തിൻ്റെയും നേതാക്കളും പ്രവർത്തകരുമെല്ലാം എത്തുന്ന കാഴ്ചയുണ്ടായിരുന്നു. ഇന്നും അതുപോലെ തന്നെയാണ്. ഏതായാലും പ്രതിഭാഗം അകത്ത് ഏറ്റവും മിനിമം ശിക്ഷ വേണം എന്നുള്ള രീതിയിലാണ് വാദം പൂർത്തിയാക്കിയിരിക്കുന്നത്. വധശിക്ഷ കിട്ടുമോ എന്നുള്ള ആശങ്ക 1 മുതൽ 8 വരെ പ്രതികൾക്ക് ഉണ്ട്. അതുതന്നെയാണ് ഇത്തരത്തിൽ മിനിമം ശിക്ഷ. മറ്റ് സുപ്രീം കോടതിയിലേതും മറ്റ് ഹൈക്കോടതികളിലെയും ഇത്തരത്തിലുള്ള ശിക്ഷാ വിധികളുടെ പകർപ്പ് ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് വാദം പൂർത്തിയാക്കിയത്. ഇതിൽ കെ വി കുഞ്ഞിരാമൻ്റെ അമ്മ ഏറെ പ്രായമുള്ള സ്ത്രീയാണ് എന്നുള്ള രീതിയിൽ വാദം ഉന്നയിച്ചു. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിലും ഇതൊരു അപൂർവമായ കേസല്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇളവ് നൽകേണ്ടതുണ്ട്. ഡൽഹി സ്ഫോടന കേസിൽ പോലും ജീവപര്യന്തമാണ് ശിക്ഷ വിധിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു പരിഗണന ഈ പ്രതികൾക്ക് നൽകേണ്ടതുണ്ട് എന്നാണ് ഇവിടെ വാദം പൂർത്തിയാക്കിയത്. സുജയ, ഓർക്കേണ്ടതുണ്ട്, ഇതിൽ 270ഓളം പ്രതികളെ ഏറ്റവും ദീർഘമായ വിചാരണയിലൂടെ കോടതിയിൽ എത്തിച്ചിരിക്കുകയായിരുന്നു. ഇതിന് 10 പേർ പുറത്തേക്ക് പോയപ്പോഴും അന്ന് ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും അച്ഛൻ്റെ പ്രതികരണം ജുഡീഷ്യൽ തടവിലായിരുന്ന പ്രതികൾ രക്ഷപ്പെട്ടു പോകുമ്പോൾ പ്രയാസമുണ്ട്, അതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിയമ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിയമപരമായ മുന്നോട്ടുപോക്ക് തുടരുക തന്നെ ചെയ്യും. അതിനിടയിൽ ഇന്ന് ഈ വിധി പ്രസ്താവം വരുമ്പോൾ തീർച്ചയായും ഈ ഇരട്ട കൊലപാതകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മുഴുവൻ CPM പ്രാദേശിക നേതാക്കളും CPM നേതാക്കളും പ്രവർത്തകരും തന്നെയാണ് എന്നുള്ളതാണ്. ഇതിൽ മറ്റ് സമാനമായ മറ്റ് കേസുകളിൽ നിന്ന് ഇതിനെ വിഭിന്നമാക്കുന്നതും അതുതന്നെയാണ്. CPMനെ ഏറെ പ്രതിരോധത്തിലാക്കിയ ഒരു കേസുമാണ്. ഈ കേസിൻ്റെ നാൾവഴികളിലൊക്കെ നമ്മൾ കണ്ടതാണ്. CPM ഏറെ പ്രതിരോധത്തിലായിരുന്നു. അതിനിടയിലാണ് CBI കേസ് അന്വേഷിച്ചതോടുകൂടി 10 പ്രതികളെ കൂടി അധികമായി ചേർത്തപ്പോൾ അതിൽ കെ വി കുഞ്ഞിരാമൻ ഉദുമ മുൻ MLA അടക്കം ഇതിലേക്ക് പ്രതിപട്ടികയിലേക്ക് ചേരുന്നു. അതായത് 1 മുതൽ 14 വരെയുള്ള പ്രതികളെ സഹായിച്ചുവെന്ന കേസിലാണ് 10 പ്രതികളെ കൂടി അധികമായി ചേർത്തത്. ഇപ്പോൾ നേരിട്ട് കുറ്റം ചെയ്തിട്ടില്ല. അതിൽ പങ്കുചേർന്നവർക്ക് തെളിവുകളുടെ അഭാവത്തിൽ മാത്രം ഒരു രക്ഷ അനുവദിക്കുമ്പോൾ അതിന് പിന്നാലെ നിയമ പോരാട്ടവുമായി ഇനിയും പോകുമെന്നാണ് 2 കുടുംബവും പറഞ്ഞിരിക്കുന്നത്. ഏതായാലും CPMഉം ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്പീൽ പോകുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നിയമ പോരാട്ടം തുടരുമെങ്കിലും ഇന്നത്തെ വിധി പ്രസ്താവത്തിൻ്റെ പ്രാധാന്യം ഇത് ഏതെങ്കിലും രീതിയിൽ ഇത് കൊലക്കുറ്റത്തിലേക്കാണ് പോകുന്നതെങ്കിൽ വലിയ രീതിയിലുള്ള, അതായത് CPMൻ്റെ നേതാക്കൾ, പ്രാദേശിക നേതാക്കളും പ്രധാനപ്പെട്ട നേതാക്കളും നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഏറെ രാഷ്ട്രീയമായ കോളിളക്കങ്ങൾ ഉണ്ടാക്കും ഈ വിധി പ്രസ്താവം. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ കേരളം, പൊതുസമൂഹം ഒക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കൃപേഷിൻ്റെ പിതാവ്, അതുപോലെ തന്നെ ശരത് ലാലിൻ്റെ മാതാവ്, സഹോദരി എല്ലാം വിധി പ്രസ്താവം കേൾക്കാൻ കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. തീർച്ചയായും അവരുടെ പ്രതികരണവുമൊക്കെ വളരെ വൈകാരികമായിരുന്നു കഴിഞ്ഞ തവണ. അതായത് ഈ ശിക്ഷ വിധിക്ക് ഇവർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ സമയത്ത് CBI കോടതിയിലേക്ക് പുറത്തു വന്ന കൃപേഷിൻ്റെ പിതാവ് കരഞ്ഞുകൊണ്ട് തന്നെയാണ് അന്ന് മാധ്യമങ്ങളെ കണ്ടത്. അതുപോലെ തന്നെ സഹോദരിമാരും 2 പേരും, കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും സഹോദരിമാരും ആ സമയത്ത് കോടതിയിലുണ്ടായിരുന്നു. ഉച്ചയോടുകൂടി കൃപേഷിൻ്റെ സഹോദരിയും ഇങ്ങോട്ട് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ ആകാംക്ഷയോടുകൂടി തന്നെ ഈ വിധി പ്രസ്താവം എന്തെന്നറിയാൻ കേരളത്തിലെ പൊതുസമൂഹം ഉറ്റുനോക്കുകയാണ്. ഇതിൽ CBI കേസ് അന്വേഷണം ഏറ്റെടുത്തതിനെ തുടർന്നാണ് 10 പ്രതികളെ കൂടി അധികമായി ചേർത്തത്. 270ഓളം സാക്ഷികൾ, ഇവരെ 20 മാസക്കാലം വളരെ സുദീർഘമായുള്ള വിചാരണ, ഈ നടപടിക്രമങ്ങളെല്ലാം ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു, ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതിനൊടുവിലാണ് ഈ 14 പേർ കുറ്റക്കാരെന്ന് CBI പ്രത്യേക കോടതി കണ്ടെത്തിയത്. തിരുവനന്തപുരം CBI യൂണിറ്റ് ഈ കേസന്വേഷണം പൂർത്തിയാക്കുമ്പോൾ വളരെ നിർണായകമായ പല നാൾവഴികളിലൂടെയുമാണ് ഈ കേസ് സഞ്ചരിച്ച ഒടുവിൽ ഈ CBI കോടതിയിലേക്ക് ഈ കുറ്റപത്രം സമർപ്പിച്ചതും തുടർന്നുള്ള വിചാരണ നടപടികൾ പൂർത്തിയാക്കിയതും 20 മാസം നീണ്ടുനിന്ന വളരെ സുദീർഘമായ വിചാരണ നടപടികളാണ് എറണാകുളം CBI കോടതിയിൽ പൂർത്തിയാക്കിയത്.
മനസ്സിലാക്കിയത്. ഇതിൽ സാക്ഷി പറഞ്ഞ പലരുടെയും സാക്ഷി മൊഴികൾ വ്യക്തമല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ വാദമുഖങ്ങളുമായി പ്രതിഭാഗം രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായിരിക്കുന്ന CK ശ്രീധരന്റെ സാന്നിധ്യവും ഏറെ രാഷ്ട്രീയപരമായി പ്രാധാന്യമർഹിക്കുന്നതാണ്. തീർച്ചയായും. അതേസമയം തന്നെ CK ശ്രീധരൻ അവിടെ നിൽക്കുമ്പോൾ ആ അമ്മയുടെ കണ്ണുനീർ അത് നമ്മുടെ മുന്നിലുണ്ട്. അത് നമ്മുടെ ഉള്ളുലയ്ക്കുന്ന വേദനയായി മാറുന്ന കാഴ്ചയാണ് പെരിയയിലെ സ്മാരകത്തിൽ നിന്ന് നമ്മൾ കാണുന്നത്. ദീപക് മലേമ നമുക്കൊപ്പമുണ്ട്. ദീപക് മലേമ, 12/15 ആ കൊടും കുറ്റവാളികൾക്കുള്ള ശിക്ഷ വിധിക്കാൻ പോകുന്നത്. രാഷ്ട്രീയമായി രക്ഷപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങൾ എന്തൊക്കെയുണ്ടായാലും നീതിപീഠം അത് നീതി ഉറപ്പാക്കുമെന്ന പ്രതീക്ഷയോടെ കണ്ണീരോടെ മകനരികിൽ കാത്തിരിക്കുകയല്ലേ ആ അമ്മ? സുജയ, അങ്ങനെ തന്നെയാണ്. കാരണം നമുക്കറിയാം ഈ ഒരു കേസ് ലോക്കൽ പോലീസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റവും കൂടുതൽ CBIയിലേക്ക് എത്തി. ആ CBIയിലേക്ക് എത്തിയതിന് ശേഷം മാത്രമാണ് 4 CPM നേതാക്കളിൽ, നിലവിൽ പ്രതി ചേർക്കപ്പെട്ട 4 CPM നേതാക്കളിൽ 3 പേരും ഈ CBI അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം മാത്രമാണ് പ്രതിപട്ടികയിലേക്ക് വരുന്ന സാഹചര്യമുണ്ടായത്. ആ പ്രതിപട്ടികയിലേക്ക് വരുന്നത് തടയാനാണ് ഈ നിലയ്ക്ക് CBIക്ക് അന്വേഷണം വിടുന്നത് പൂർണ്ണമായും തടയുന്നതിലേക്ക് CPM എത്തിയത്. അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ഒരു പെരിയ കൊലക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇരട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണത്തിൽ CPM സർക്കാരും ഭയപ്പെട്ടത് എന്നുള്ള ഒരു ആരോപണമാണ് നേരത്തെ തന്നെ കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിന് ഏറെക്കുറെ ശരിവെക്കുന്ന തരത്തിലാണ് അത്തരത്തിൽ പ്രതി ചേർക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ളതുകൂടി നമ്മൾ ശ്രദ്ധേയമായി കാണേണ്ട വിഷയവുമാണ്. CBI പ്രതി ചേർത്ത ഈ 10 പേരിൽ 4 പേർ കുറ്റക്കാരായി മാറുന്നത്. ആ 14 പ്രതികളെ പ്രതിപട്ടികയിൽ ചേർത്ത് അവരെ അറസ്റ്റ് ചെയ്തു. ഇതിൽ 11 പ്രതികൾ നിലവിൽ ജയിലിലാണുള്ളത്. 14ാം പ്രതി CPM ഉദുമ ഏരിയ മുൻ സെക്രട്ടറിയും ഒപ്പം നിലവിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ PK മണികണ്ഠൻ ഉൾപ്പെടെ 3 പേർ ജാമ്യത്തിലുമായി കഴിയുന്ന സാഹചര്യവുമാണുള്ളത്. ഈ കേസ് ഇത്ര കണ്ട വലിയ ചർച്ചയിലേക്ക് എത്തുന്നത് രാഷ്ട്രീയ കേരളത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമാനതകളില്ലാത്ത, അല്ലെങ്കിൽ ഇത്ര കണ്ട ഇതേ രീതിയിൽ ഇത്തരത്തിൽ കൊലപാതകങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് അരങ്ങേറിയിട്ടില്ല എന്ന അർത്ഥത്തിൽ കൂടിയാണ് ഇത് അത്ര കണ്ട ശ്രദ്ധേയമാകുന്ന. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ ശിക്ഷാവിധി വരുമ്പോൾ അത് ഏറ്റവും പരമാവധി ശിക്ഷ എന്നുള്ളതിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും കുടുംബവും ഒപ്പം തന്നെ സഹപ്രവർത്തകരുമൊക്കെ തുടരുന്നത് എന്നുള്ളതാണ്. ഈ ഒരു സംഭവത്തിൻ്റെ ഒരു തുടക്കം കൂടി പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഘട്ടത്തിൽ നമ്മൾ അതിൻ്റെ ഒരു നാൾവഴികളിലേക്ക് കൂടി പോവുകയാണെങ്കിൽ ഏതാണ്ട് ഈ കല്യോട്ട് സ്കൂൾ ബസ് തടയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കം രൂപപ്പെടുന്നു. ആ തർക്കത്തിൽ കേസിൽ നിലവിൽ 1ാം പ്രതിയായിട്ടുള്ള പീതാംബരൻ ഇടപെടുന്നു. ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് ആ തർക്കങ്ങൾ ഉടലെടുക്കുകയും പീതാംബരനെ ശരത് ലാൽ മർദ്ദിച്ചു, അദ്ദേഹത്തിൻ്റെ കൈക്ക് പൊട്ടലേറ്റു എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയരുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് ഒരു വൈരാഗ്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന് പിന്നാലെയാണ് എച്ചിലെടുക്കം പാർട്ടി ഓഫീസിൻ്റെ തൊട്ട് മുൻപിലുള്ള ബസ് സ്റ്റോപ്പിൽ വെച്ച് ഇത്തരത്തിൽ ശരത് ലാലിന് ഒരു പ്രതിരോധം തീർക്കണം എന്നുള്ള ഒരു ഗൂഢാലോചനയിലേക്ക് സംഘം എത്തുകയും ആ പെരിയ കേസിൽ ശിക്ഷാവിധി എന്താകും? കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന് കോടതി വിധികൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രതിഭാഗം നടത്തിയ അവസാന നീക്കം അത് ഫലം കാണുമോ? കോടതി വിധിക്കാൻ പോകുന്ന ശിക്ഷ എന്താണ് ഈ ക്രൂരതയ്ക്ക്? അതറിയാൻ കേരളം കാത്തിരിക്കുകയാണ്. ഒപ്പം നമ്മളും.